ബക്കറ്റ് മഗ്ഗുമായിട്ട് പിരിവിന് ഇറങ്ങിയല്ല കേട്ടോ. അറേബ്യയിലെ ആൾക്കാർക്ക് എന്ത് മണമാണ്, എന്ത് രസമാണ് കാണാനൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ രഹസ്യത്തിൽ ഒരു രഹസ്യമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു വൈറ്റ് കളർ സോപ്പാണ്. ഇത് ഇങ്ങനെയൊന്നുമല്ല, വലിയൊരു ബാറായിരുന്നു കേട്ടോ. ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയൊരു ബാക്കി വന്ന ഭാഗമാണ് നിങ്ങളെ കാണിക്കാൻ വെച്ചാൽ. ആ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് നാളുടെ കൈ ഇരിക്കുന്ന ഒരു സോപ്പാണ്. ഗൾഫുകാർ സാധാരണ നാട്ടിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും കൊണ്ടുവരുന്ന സോപ്പാണ്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയണം, പക്ഷേ എൻ്റെ മണം അടിപൊളിയാണ് കേട്ടോ. ഡവ് സോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ക് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഭയങ്കരമായിട്ട് ഡ്രൈ ഒന്നും ആവത്തില്ല, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും സ്കിന്ന്. പിന്നെ ചെറിയൊരു ഗ്ലോ ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല മണമാണ്, വെട്ടിത്തിളങ്ങുന്ന ഗ്ലോ ഒന്നും കിട്ടില്ല, പക്ഷെ എന്നാലും ഗ്ലോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഗൾഫിൽ മാത്രം കിട്ടുന്നൊരു ഐറ്റമാണ് ഇത്. ഞങ്ങളൊക്കെ ആകുമ്പോൾ മാമനൊക്കെ വിളിച്ച് പറയും നിനക്ക് ഈ സോപ്പ് മേടിച്ചിട്ട് വരണേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ലിങ്ക് കണ്ടിട്ട് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് ലിങ്ക് അയച്ചു തരാം. ബക്കറ്റ് മഗ്ഗുമായിട്ട് പിരിവിന് ഇറങ്ങിയല്ല കേട്ടോ. അറേബ്യയിലെ ആൾക്കാർക്ക് എന്ത് മണമാണ്, എന്ത് രസമാണ് കാണാനൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ രഹസ്യത്തിൽ ഒരു രഹസ്യമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു വൈറ്റ് കളർ സോപ്പാണ്. ഇത് ഇങ്ങനെയൊന്നുമല്ല, വലിയൊരു ബാറായിരുന്നു കേട്ടോ. ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയൊരു ബാക്കി വന്ന ഭാഗമാണ് നിങ്ങളെ കാണിക്കാൻ വെച്ചാൽ. ആ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് നാളുടെ കൈ ഇരിക്കുന്ന ഒരു സോപ്പാണ്. ഗൾഫുകാർ സാധാരണ നാട്ടിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും കൊണ്ടുവരുന്ന സോപ്പാണ്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയണം, പക്ഷേ എൻ്റെ മണം അടിപൊളിയാണ് കേട്ടോ. ഡവ് സോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ക് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഭയങ്കരമായിട്ട് ഡ്രൈ ഒന്നും ആവത്തില്ല, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും സ്കിന്ന്. പിന്നെ ചെറിയൊരു ഗ്ലോ ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല മണമാണ്, വെട്ടിത്തിളങ്ങുന്ന ഗ്ലോ ഒന്നും കിട്ടില്ല, പക്ഷേ എന്നാലും ഗ്ലോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഗൾഫിൽ മാത്രം കിട്ടുന്നൊരു ഐറ്റമാണ് ഇത്. ഞങ്ങളൊക്കെ ആകുമ്പോൾ മാമനൊക്കെ വിളിച്ച് പറയും നിനക്ക് ഈ സോപ്പ് മേടിച്ചിട്ട് വരണേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ലിങ്ക് കണ്ടിട്ട് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് ലിങ്ക് അയച്ചു തരാം.